description of antonyms, synonyms. This call is now being recorded. Okay, അപ്പോൾ synonyms ആണ് നിങ്ങൾക്ക് ആദ്യം തരുന്നത്. അതിൽ ആദ്യത്തെ വേർഡാണ് teeming, TEMING. teeming എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോയിങ്, നിറഞ്ഞു കവിയുന്ന, അല്ലെങ്കിൽ എമ്പാടുമുള്ള, കരകവിഞ്ഞൊഴുകുന്ന. നദികളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന എന്നർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ടീം വിത്ത്, അതായത് ടീം എന്ന ഒരു വെർബാണ്. അതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ വിത്ത് എന്നാണ്. ടീം വിത്ത്. അപ്പോ ടീമിങ് മീൻസ് നിറഞ്ഞു കവിയുന്ന, അല്ലെങ്കിൽ എമ്പാടുമുള്ള എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു സെന്റൻസിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ദ പോണ്ട് ഈസ് ടീമിങ് വിത്ത് ഫിഷ്. ദ പോണ്ട് ഈസ് ടീമിങ് വിത്ത് ഫിഷ്. എന്നാ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ദ പോണ്ട് ഈസ് ഫുൾ ഓഫ് ഫിഷ്. അപ്പൊ ടീമിങ് എന്ന വാക്കിന്റെ മീനിങ് മനസ്സിലായില്ലേ? ദ വാട്ടർ ഈസ് ടീമിങ് ഇൻ ദ ജാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ടീമിങ് എന്നുള്ള ആ വാക്കിന്റെ സിനണിംസ് ആണ്. ഒന്ന് റിപ്ലീറ്റ്, REPLET. റിപ്ലീറ്റ് വിത്ത്, കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത്, നിറഞ്ഞ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. റിപ്ലീറ്റ്. പിന്നെ റിപ്ലീറ്റ് ഈ ഭക്ഷണത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ മടുപ്പ് വരുത്തുന്ന എന്നർത്ഥം കൂടി അതിനുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു വേർഡാണ് എബൗണ്ടിങ്, ABOUNDING. എബൗണ്ടിങ്. എബൗണ്ട് എന്ന് പറഞ്ഞാൽ ടു എക്സിസ്റ്റ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്. എബൗണ്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അതായത് എബൗണ്ടിങ് എന്നുള്ളതിന്റെ വെർബൽ ഫോം ആണ്, ക്രിയാരൂപമാണ്. അതിന്റെ അർത്ഥം പെരുകുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ നിറഞ്ഞു കവിയുക. അപ്പൊ എബൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് അഡ്ജക്റ്റീവായി നിറഞ്ഞു കവിയുന്ന, അല്ലെങ്കിൽ പെരുകുന്ന. ധാരാളമുള്ള. ഷിജിൻ വർഗീസ്, ധാരാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ധാരാളം എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണത്. നെക്സ്റ്റ് അടുത്തൊരു വേർഡ് ഓവർഫ്ലോയിങ്, OVERFLOWING. ഓവർഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് അല്ലേ? അതായത് കരകവിയുക, കവിഞ്ഞൊഴുകുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇനൻഡേഷൻ, അതുപോലെ ഇനൻഡേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളപ്പൊക്കം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ടീമിങ് എന്ന വാക്കിന്റെ സിനണിംസ് ആണ് ഒന്ന് റിപ്ലീറ്റ്, എബൗണ്ടിങ്, ഓവർഫ്ലോയിങ്. യെസ്, അത് റെഡി അല്ലേ? നെക്സ്റ്റ് വേർഡ് നിങ്ങളോട് പറയാം. ടെമ്പറേറ്റ്, TEMPERATE. ടെമ്പറേറ്റ്. ഈ വാക്ക് നിങ്ങൾ കേട്ട് കാണും. ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സമചിത്തമായ, അതായത് സമചിത്തത വിടാത്ത. പക്ഷെ നോർമലായിട്ട് അതിന്റെ ഉപയോഗം മിതോഷ്ണമായ എന്നാണ്. ഇപ്പൊ ടെമ്പറേറ്റ് സോൺസ് എന്ന് പറഞ്ഞൊരു സോൺ തന്നെ നമ്മുടെ ഭൂമിയിലുണ്ട്. മിത ശീതോഷ്ണ കാലാവസ്ഥ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ, അതിനെയാണ് ടെമ്പറേറ്റ് സോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേറ്റ് മീൻസ് സമചിത്തമായ, അതുപോലെ മിതോഷ്ണമായ, സെൽഫ് റിസ്ട്രെയിൻഡ് or of mild temperature. ടെമ്പറേറ്റ് എന്ന് പറയുന്ന വേർഡ് അഡ്ജക്റ്റീവ് ആണ്.
നാമവിശേഷണമാണ്. ടെമ്പറേറ്റിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ വേർഡാണ് മോഡറേറ്റ്. MODERATE. മോഡറേറ്റ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട് അതിന്. സൗമ്യമായ അല്ലെങ്കിൽ പരിമിതമായ, മിതമായ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. മോഡറേറ്റ്. കൺട്രോൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തൊരു വേർഡാണ് മൈൽഡ്. MILD. മൈൽഡ്. സൗമ്യമായ അല്ലെങ്കിൽ കഠിനമല്ലാത്ത. ഇംഗ്ലീഷിൽ നമ്മൾ അതിന് വേണമെങ്കിൽ മൈൽഡിന് നമുക്ക് സിനോണിംസ് പറയാം. ജെന്റിൽ, മെഴ്സിഫുൾ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ടെമ്പറേറ്റ് എന്ന വേർഡിന്റെ സിനോണിംസ് ഒന്ന് മോഡറേറ്റ്, മറ്റൊന്ന് മൈൽഡ്. MILD. അടുത്തൊരു വേർഡ് കൂടി ഉണ്ട്, റിസ്ട്രെയിൻഡ്. RESTRAINED. റിസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം പാലിച്ച അല്ലെങ്കിൽ നിയന്ത്രിച്ച, കൺട്രോൾഡ്. അപ്പൊ നോക്കാം, ടെമ്പറേറ്റ് എന്ന വാക്കിന്റെ സിനോണിംസ് ആണ് ഒന്ന് മോഡറേറ്റ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമിതമായ അല്ലെങ്കിൽ സൗമ്യമായ. മോഡറേറ്റ് ആയ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. അത് അഡ്ജക്റ്റീവ് ആണ് ആ വേർഡ്. ഈ മോഡറേറ്റ് എന്ന വേർഡ് വെർബായിട്ട് ഉപയോഗിക്കും, ക്രിയാ രൂപത്തിൽ അത് ഉപയോഗിക്കും. അപ്പോ അതിന്റെ അർത്ഥം ടു റെഡ്യൂസ് ഇന്റൻസിറ്റി, ഇൻ ഇന്റൻസിറ്റി, തീവ്രത കുറയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മോഡറേറ്റ് അല്ലേ? മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ മിതമായ അല്ലെങ്കിൽ സൗമ്യമായ, പരിമിതമായ. ഓക്കെ, നമുക്ക് തേർഡ് വേർഡിലേക്ക് കിടക്കാം. മൈൽഡ് ആണ്. MILD. മൈൽഡ് ആണ്. ആരും എഴുതി കാണിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. മൈൽഡ് എന്ന് പറഞ്ഞാൽ മിതമായ, സൗമ്യമായ. ഈ മൈൽഡിനും മോഡറേറ്റിനും സെയിം മീനിങ് ആണ് സാറേ? ഏകദേശം സെയിം മീനിങ് ആണ്. അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ സിനണിംസ് എന്ന് പറയുന്നത്. ടെമ്പറേറ്റിന്റെ മീനിങ് അല്ല ഏതാ? ടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സമചിത്തമായ അല്ലെങ്കിൽ മിതോഷ്ണമായ, സൗമ്യമായ. പല മീനിങ് നമുക്കതിന് പറയാം. ഇപ്പൊ ടെമ്പറേറ്റ് എന്ന വാക്കിന്റെ ഏകദേശം അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവയാണ് നമ്മൾ സിനണിംസ് അല്ലെങ്കിൽ തെഷാരസ് എന്ന് പറയുന്നത്, പര്യായ പദങ്ങൾ. നമ്മൾ ഈ ക്ലാസിന്റെ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, തേർഡ് വൺ പറയട്ടെ. ടെമ്പറൽ. TEMPORAL. TEMPORAL. ടെമ്പറൽ. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നല്ല മലയാളം ലൗകികമായ അല്ലെങ്കിൽ അനിത്യമായ, നിത്യമല്ലാത്ത. എന്താണ് ടെമ്പറൽ എന്ന് പറഞ്ഞാൽ? ലൗകികമായ അല്ലെങ്കിൽ ഐഹികമായ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ടെമ്പറൽ ലോട്ട്സ് ഉണ്ട്, അതുപോലെ സ്പിരിച്വൽ ലോട്ട്സ്. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ലൗകികമായ, അനിത്യമായ, പ്രാപഞ്ചികമായ, എന്തു വേണമെങ്കിലും പറയാം, പ്രപഞ്ചത്തിലുള്ള, കണക്റ്റഡ് വിത്ത് റിയൽ ഫിസിക്കൽ വേൾഡ്, നോട്ട് സ്പിരിച്വൽ വേൾഡ്. അതായത് നമ്മുടെ ഈ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട എന്നാണ് ആ ടെമ്പറൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ടെമ്പറൽ എന്ന വാക്കിന്റെ സിനണിംസ് ഒന്ന് വേൾഡ്ലി. WORLDLY. WORLDLY. വേൾഡ്ലി.
വേൾഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വേൾഡുമായി ബന്ധപ്പെട്ട, അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഐഹികമായ. മറ്റൊന്ന് അടുത്തൊരു വേർഡാണ് സെക്യുലർ. ആ പദം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാവരും പറയണത് മതേതരമായ എന്നാണ് ആ വാക്കിന്റെ നോർമൽ സെൻസ്. പക്ഷേ അവിടെ ആരോ, നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, വെറുതെ ശബ്ദം ഉണ്ടാക്കരുത്, കാരണം മറ്റുള്ള ആളുകൾക്ക് ശല്യമായി മാറരുത്. ഷമീന പ്ലീസ്. ഷമീന ജാഫർ ചെയ്യാം. അവിടെ ഭയങ്കരമായ ശബ്ദം കേൾക്കണം, അല്ലെ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യേണ്ടി വരും. യെസ്. അപ്പോ സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണം, കാരണം ആവശ്യമുണ്ട് ശബ്ദം ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ സെക്യുലർ എന്ന് പറഞ്ഞാൽ സാധാരണ അതിന്റെ മീനിങ് നോട്ട് റിലീജിയസ്, മതേതരമായ എന്നാണ്. റിലീജിയസ് അല്ലാത്ത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ അതിന് ലൗകികമായ എന്ന ഒരർത്ഥം കൂടിയുണ്ട്. അതായത് സെക്യുലർ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ദ പ്രസന്റ് മെറ്റീരിയൽ വേൾഡ്, ഇപ്പോ ഉള്ള ഭൗതിക ലോകത്തെ സംബന്ധിച്ച, അതായത് ലൗകികമായ. അപ്പോൾ ടെമ്പറൽ എന്നുള്ളതിന്റെ മറ്റൊരു സിനണിമാണ് കോർപ്പറിയൽ. CORPOREAL. എന്താ കോർപ്പറിയൽ? കോർപ്പറിയൽ എന്ന് പറഞ്ഞാൽ ശാരീരികമായ അല്ലെങ്കിൽ ഐഹികമായ. ഇതൊക്കെ ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ബോഡിലി അല്ലെങ്കിൽ മെറ്റീരിയൽ. നെക്സ്റ്റ് അടുത്ത വേർഡിലേക്ക് കിടക്കാം. ടെൻഡർ. TENDER. ടെൻഡർ. ടെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൃദുവായ. ഇപ്പൊ ടെൻഡർ മാംഗോ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിമാങ്ങ അല്ലെ? ടെൻഡർ എന്ന് പറഞ്ഞാൽ മൃദുവായ അല്ലെങ്കിൽ കിളുന്തായ, ദുർബലമായ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ടെൻഡർ. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡെലിക്കേറ്റ് ഓർ ഫ്രജൈൽ. ഇളയ എന്നാണ് ടെൻഡർ എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ സിനണിംസ് ഒന്ന് സോഫ്റ്റ്, SOFT. മറ്റൊന്ന് ഡെലിക്കേറ്റ്, DELICAT. ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോലമായ. പിന്നെ അസുഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ലൈബിൾ ടു ഇൽനസ്, എളുപ്പം രോഗം ബാധിക്കുന്ന. ചില ആളുകളുണ്ട്, ചെറിയൊരു കാലാവസ്ഥ വ്യതിയാനം വന്നാൽ അവർക്ക് അസുഖബാധിതരാകും. ദേ ആർ ഡെലിക്കേറ്റ് പീപ്പിൾ. അപ്പൊ ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ എളുപ്പത്തിൽ രോഗം ബാധിക്കുന്ന. പിന്നെ മറ്റൊരു മീനിങ് കൂടി ഉണ്ട് അതിന്, രുചികരമായ എന്നൊരർത്ഥമുണ്ട്. പാലറ്റബിൾ, എ ഡെലിക്കേറ്റ് ഫുഡ്, ദാറ്റ് ഈസ് ഡെലീഷ്യസ് ഫുഡ്. നെക്സ്റ്റ് അടുത്ത ഒരു വേർഡാണ് സെൻസിറ്റീവ്. ടെൻഡർ എന്നുള്ള വാക്കിന്റെ സിനണിംസിൽ ഒന്ന് സോഫ്റ്റ്, മറ്റൊന്ന് ഡെലിക്കേറ്റ്, തേർഡ് വൺ സെൻസിറ്റീവ്, SENSITIVE. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ പല മീനിങ് അതിനുണ്ട്. ലോലമായ മനസ്സുള്ള, അല്ലെങ്കിൽ വളരെ വേഗം വികാരം കൊള്ളുന്ന, റെസ്പോണ്ടിങ് റെഡിലി.
ഓക്കെ, അപ്പോ ടെൻഡർ എന്ന വാക്കിന്റെ സിനണിംസ് ആണ് ഒന്ന് സോഫ്റ്റ്, മറ്റൊന്ന് ഡെലിക്കേറ്റ്, വേറൊന്ന് സെൻസിറ്റീവ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഫിഫ്ത്ത് വേർഡ് ഇതാണ്, ടെറസ്ട്രിയൽ. നല്ല വേർഡാണ്, TERRESTRIAL. ടെറസ്ട്രിയൽ. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ടെറസ്ട്രിയൽ ആനിമൽസ് എക്സിസ്റ്റിംഗ് ഓൺ എർത്ത്, ഭൂമിയിലുള്ള. എന്താണ് ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ? ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ നിലനിൽക്കുന്ന, എർത്തിൽ ഉള്ളത്, ഐഹികമായ എന്നർത്ഥം കൂടി നമുക്ക് പറയാം. അതിന്റെ സിനണിംസ് ആണ് ഒന്ന് എർത്ത്ലി, EARTHLY. എർത്ത്ലി. എർത്ത്ലി എന്ന് പറഞ്ഞാൽ ഭൗമമായ, that which is existing on earth, that is earthly. പിന്നെ എർത്ത്ലി പ്ലഷർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതായത് ഭൗതികമായിട്ടുള്ള സന്തോഷം എന്നാണ് അതിന്റെ അർത്ഥം, എർത്ത്ലി. മറ്റൊന്ന് മണ്ടൈൻ, MUNDANE. നല്ല ഒരു വാക്കാണ് MUNDANE. എന്താ മണ്ടൈൻ? മണ്ടൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലൗകികമായ അല്ലെങ്കിൽ ഐഹികമായ, കോമൺ ഓർ എർത്ത്ലി. മണ്ടൈൻ പ്ലഷർ. എർത്ത്ലി എന്ന് പറഞ്ഞാൽ ഭൗമമായ, ഭൂമിയിൽ നിലനിൽക്കുന്ന. നെക്സ്റ്റ്, അടുത്ത നല്ലൊരു വേർഡാണ്, ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയില്ലാത്തൊരു വേർഡാണ്, ടെലൂറിയൻ. TELLURIAN. ആ വാക്ക് ശ്രദ്ധിക്കാം, ടെലൂറിയൻ. ടെലൂറിയൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർ ഫോംഡ് ഓൺ ദ എർത്ത്, ഭൂമിയിൽ രൂപപ്പെട്ട. ടെലൂറിയൻ എന്നാൽ എന്താണ്? ഭൂമിയിൽ രൂപപ്പെട്ട, ഫോംഡ് ഓൺ ദ എർത്ത്. അപ്പോ സിനണിംസ് ഇപ്പൊ എന്തെന്നായി ഒന്നുകൂടി ഞാൻ once again I will repeat this. The first one is steaming, and the synonyms are replete, abounding, overflowing. Second one, temperate, and the synonyms moderate, mild, അതുപോലെ restrained, RESTRAINED. Third one, temporal. Temporal എന്നുള്ളതിന്റെ synonyms worldly, secular, corporeal. മറ്റേ ഫോർത്ത് വൺ ടെൻഡർ ആണ്, ടെൻഡർ ലോലമായ. അതിന്റെ സിനണിംസ് ആണ് സോഫ്റ്റ്, ഡെലിക്കേറ്റ്, സെൻസിറ്റീവ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദിസ് ടെറസ്ട്രിയൽ. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സിനണിംസ് എർത്ത്ലി, മണ്ടൈൻ, ടെലൂറിയൻ. TELLURIAN. യെസ്, നമുക്ക് അടുത്തായിട്ട് ആന്റണിംസിലേക്ക് കിടക്കാം. ആന്റണിംസ്, ഈ സിനണിംസിന്റെ സിനണിംസിൽ നമുക്ക് തന്ന വാക്കുകളുടെ ആന്റണിംസ് ആണ് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. അതിലൊന്നാമത്തേതാണ് ടീമിങ്. മീനിങ് നിങ്ങൾക്കറിയാം. ടീമിങ്ങിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ടീമിങ്ങിന്റെ ആന്റണിംസ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഞാനിവിടെ 3 വാക്കുകളാണ് ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് ലാക്കിംഗ്, LACKING. ലാക്കിംഗ്. ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? LACK, ലാക്ക്, അഭാവം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക. ലാക്ക്.
അതായത് വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അഭാവം ഉണ്ടായിരിക്കുക. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കുറവ് അല്ലെങ്കിൽ അഭാവം. അപ്പൊ ടീമിങ്ങിന്റെ കുറവുള്ളത് റൈറ്റ് ധന്യ, യു ആർ റൈറ്റ്. ടീമിങ്ങിന്റെ ഒന്നാമത്തെ ഓപ്പോസിറ്റ് ആണ് ലാക്കിംഗ്. മറ്റൊന്ന് വാണ്ടിങ്, WANTING. വാണ്ടിങ് വാണ്ടിങ് എന്ന് പറഞ്ഞാൽ അഭാവമുള്ള എന്നാണ്, അല്ലെങ്കിൽ കുറവുള്ള എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വാണ്ടിങ്. ഈ വാണ്ട് വച്ചിട്ട് തന്നെ ഒരു ഫ്രേസ് ഉണ്ട്, ഫോർ വാണ്ട് ഓഫ്. ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അഭാവത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം. We had to leave that place for want of rooms. We had to, ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാനാണ്. We had to leave that place for want of room. അവിടെ മുറികൾ ഇല്ലാതിരുന്നത് കൊണ്ട്, മുറികളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു. നെക്സ്റ്റ്, ടീമിങ് എന്ന വാക്കിന്റെ മറ്റൊരു ആന്റണിമാണ് ഇൻസഫിഷ്യന്റ്. ഇൻസഫിഷ്യന്റ്, INSUFFICIENT. ഇൻസഫിഷ്യന്റ്. ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിഷ്യന്റ്, അതായത് തികയാത്ത അല്ലെങ്കിൽ കുറവുള്ള, കുറവായ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇൻസഫിഷ്യന്റ്. ഇൻസഫിഷ്യന്റ് ക്യാഷ്. ഓക്കെ സജിത്രാജ്. അപ്പൊ ടീമിങ് ഓപ്പോസിറ്റ് ആണ് ലാക്കിംഗ്, വാണ്ടിങ്, ഇൻസഫിഷ്യന്റ്. നെക്സ്റ്റ്, ടെമ്പറേറ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം, ഇൻടെമ്പറേറ്റ്. അതിന്റെ മുന്നിലായിട്ട് ഇൻ എന്ന ഒരു പ്രിഫിക്സ് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇൻടെമ്പറേറ്റ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഒരു വാക്കിന് മുന്നിലായി ചേർക്കുന്ന പദങ്ങളെയാണ് പ്രിഫിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇൻടെമ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സൗമ്യമല്ലാത്ത, അസൗമ്യമായ, അല്ലെങ്കിൽ ക്രമം കെട്ട. യെസ്. അല്ല, പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ധാരാളം പദങ്ങളുണ്ട്. പ്രിഫിക്സ് ആൻഡ് സഫിക്സസ് എന്നൊരു ഭാഗം തന്നെയുണ്ട്. അത് വളരെ വിശദമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഇല്ല. അതായത് പ്രിഫിക്സിനെയും സഫിക്സിനെയും നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് അഫിക്സസ്. AFFIXES. അഫിക്സ്. അഫിക്സ് എന്ന് പറഞ്ഞാൽ അതില് പ്രിഫിക്സ് ഉണ്ട്, സഫിക്സ് ഉണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് മുന്നിൽ ചേർക്കുന്ന പദം. സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് ശേഷം ചേർക്കുന്ന പദം. ബോർഡ് കാണാനില്ല. അപ്പൊ നോക്കുക, ടീമിങ് അതിന്റെ ടെമ്പറേറ്റ് അതിന്റെ ആ വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് ഇൻടെമ്പറേറ്റ്, മറ്റൊന്ന് ഇമ്മോഡറേറ്റ്. നമ്മൾ മോഡറേറ്റ് എന്ന് പറഞ്ഞ വേർഡ് പറഞ്ഞാണ്. അതിന് മുന്നിലായിട്ട് നിങ്ങൾ IM എന്ന വാക്ക് ചേർത്താൽ മതി. ഇമ്മോഡറേറ്റ്, മിതമല്ലാത്ത. മറ്റൊരു വേർഡാണ് എക്സ്ട്രീം. EXTREME. എക്സ്ട്രീം. എക്സ്ട്രീം മീൻസ് കടുത്ത അല്ലെങ്കിൽ അങ്ങേയറ്റത്തുള്ള, അൺകൺട്രോൾഡ്. അപ്പോ ടെമ്പറേറ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്? ഇൻടെമ്പറേറ്റ്, ഇമ്മോഡസ്റ്റ്, എക്സ്ട്രീം. നെക്സ്റ്റ്, ടെമ്പറൽ. ടെമ്പറൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനൊരു പുതിയ രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടെമ്പറൽ, TEMPORAL. ടെമ്പറൽ നേരത്തെ പറഞ്ഞാണ്. എന്താ ടെമ്പറൽ എന്ന് പറഞ്ഞാൽ? ലൗകികമായ,
അല്ലെങ്കിൽ കണക്റ്റഡ് വിത്ത് ദ റിയൽ ഫിസിക്കൽ വേൾഡ്, നോട്ട് സ്പിരിച്വൽ വേൾഡ്. ലൗകികമായ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ആത്മീയമല്ലാത്ത. അപ്പൊ ടെമ്പറൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണിത്. ഒന്ന് അൺഎർത്തിലി, അൺഎർത്തിലി, UNEARTHLY. അതും ഒരു പ്രിഫിക്സ് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള വാക്കാണ്. അൺഎർത്തിലി എന്ന് പറഞ്ഞ വേർഡ് നോക്കിയാൽ ഞങ്ങള് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. UN, അൺ എന്നത് ഒരു പ്രിഫിക്സ് ആണ്. കാരണം എർത്ത് എന്ന വാക്ക് കണ്ടോ, ആ വാക്കിന് മുന്നിലായിട്ട് ചേർത്തിട്ടുള്ള പദമാണ് അൺ അല്ല. അടുത്തപോലെ അത് അടുത്ത് നോക്കാം നിങ്ങള്. LY എന്ന വേർഡ് കണ്ടോ, എർത്ത് എന്ന വേർഡിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ്. അതുകൊണ്ട് LY എന്നുള്ളത് ഒരു സഫിക്സ് ആണ്, പ്രിഫിക്സ്. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ, മുൻപ്. പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ എന്താ, ചരിത്രത്തിന് മുൻപ്, ചരിത്രം എഴുതപ്പെടുന്നതിന് മുമ്പ്. നിങ്ങള് സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അതായത് ചരിത്രാതീത കാലം, ചരിത്രം രേഖപ്പെടുത്തുന്നതിന് മുൻപുള്ള കാലം. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നാൽ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്, അതായത് ഡിഗ്രിക്ക് മുൻപുള്ള കോഴ്സ്. ഓക്കെ, അപ്പോ ടെമ്പറൽ എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഓപ്പോസിറ്റ് ആണ് അൺഎർത്തിലി. മറ്റൊന്ന് നല്ലൊരു വേർഡാണ് മെറ്റാഫിസിക്കൽ. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. METAPHYSICAL. METAPHYSICAL. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ, ആധ്യാത്മികമായ അല്ലെങ്കിൽ ആത്മീയമായ. മെറ്റാഫിസിക്സ് എന്ന ഒരു ശാസ്ത്രശാഖ തന്നെ ഉണ്ട്. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ദ ഫിലോസോഫിക്കൽ ബ്രാഞ്ച് ഡീലിംഗ് വിത്ത് എക്സിസ്റ്റൻസ്, ട്രൂത്ത് ആൻഡ് നോളജ്. ദ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. അതായത് നമ്മുടെ നിലനിൽപ്പ്, സത്യം, ജ്ഞാനം എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന തത്വജ്ഞാന ശാഖയെയാണ് നമ്മൾ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, മെറ്റാഫിസിക്കൽ. മറ്റൊന്ന് സെലസ്റ്റിയൽ, CELESTAL. തിയോളജി അല്ല. തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഷിജിൻ വർഗീസ്? It is also a branch of science that deals with the relation of God. Celestial ആണ് അടുത്ത വേർഡ്, CELESTAL. IAL ആണ് സെലസ്റ്റിയൽ. സെലസ്റ്റിയൽ എന്ന് പറഞ്ഞാൽ എന്താ, സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങൾ. അവിടെയും അഭൗമമായ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നെക്സ്റ്റ് ടെൻഡർ, TENDER, ടെൻഡർ. ടെൻഡർ നമുക്ക് വാക്കിന്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ, മൃദുവായ അല്ലെങ്കിൽ ദുർബലമായ, കിളുന്തായ എന്നൊക്കെ നമുക്ക് പറയാം, ഇളയ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒന്ന് കാളസ്, CALLOUS. ഓളസ് എന്നാണ്. ഓളസ് എന്ന് പറഞ്ഞാൽ മരവിച്ച അല്ലെങ്കിൽ കഠോരമായ, കടുപ്പമുള്ള. അപ്പൊ കോളസ് എന്ന ഹാർഡ്, അതിന് കോളസിന് മറ്റൊരു സ്പെല്ലിംഗ് കൂടിയുണ്ട്, CALLOSC എന്നും പറയാം. പക്ഷെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ അതിന്റെ സ്പെല്ലിംഗ് ഇതാണ്, CALLOUS എന്നാണ്. കഠിനമായ അല്ലെങ്കിൽ കടുപ്പമുള്ള, മരവിച്ച. നമ്മുടെ ത്വക്കിനെയും തൊലിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. മറ്റൊരു വേർഡാണ് ലെതർലി, LEATHERLY. ലെതർലി.
ലെതർലി മീൻസ് ലൈക്ക് ലെതർ, ലെതർ പോലുള്ള, അതായത് വരണ്ട അല്ലെങ്കിൽ കട്ടിയുള്ള. ലെതർലി. ടെൻഡർ എന്നുള്ളതിന്റെ മൂന്നാമത്തെ ആന്റണിമാണ് അഡ്വാൻസ്ഡ്. ADVANCED. അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ വികസിതമായ അല്ലെങ്കിൽ പുരോഗമിച്ച. അത് ഫിഗറേറ്റീവ് ആയിട്ടുള്ള യൂസ് ആണ്. നെക്സ്റ്റ്, ഫിഫ്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദിസ് ടെറസ്ട്രിയൽ. ടെറസ്ട്രിയൽ എന്ന വാക്കിന്റെ മീനിങ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ടെറസ്ട്രിയൽ? ഭൂമിയിലുള്ള, ഫോംഡ് ഓൺ ദ എയർ. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ്, WORLD. വേൾഡ് എന്ന് പറഞ്ഞാൽ ദ എർത്ത് ആൻഡ് ഓൾ ക്രിയേറ്റഡ് തിങ്സ് ദെയർ ഓൺ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിരിക്കട്ടെ, ടെറസ്ട്രിയൽ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഒന്ന് കോസ്മിക്. കോസ്മിക് കോസ്മിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്നല്ലാത്ത. മറ്റൊന്ന് ഹെവൻലി, HEAVENLY, ഹെവൻലി. ഒരു വേർഡ് കൂടിയുണ്ട്, നോൺ ടെമ്പറൽ. നോൺ ടെമ്പറൽ. നോൺ ടെമ്പറൽ. അപ്പോ ഒന്നുകൂടി പറയാം. ഒന്ന് ടീമിങ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാക്കിംഗ്, വാണ്ടിങ്, ഇൻസഫിഷ്യൻറ്റ്. ടെമ്പറേറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻടെമ്പറേറ്റ്, ഇമ്മോഡറേറ്റ്, എക്സ്ട്രീം. നെക്സ്റ്റ് ടെമ്പറൽ, അതിന്റെ ഓപ്പോസിറ്റ് അൺഎർത്ത്ലി, അതുപോലെ മെറ്റാഫിസിക്കൽ, പിന്നെ സെലസ്റ്റിയൽ. ടെൻഡർ ആണ് അടുത്തത്, കോളസ്, ലെതർലി, അഡ്വാൻസ്ഡ്. ടെറസ്ട്രിയൽ ഓപ്പോസിറ്റ് കോസ്മിക്, ഹെവൻലി, അതുപോലെ നോൺ ടെമ്പറൽ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് എന്താണ് ഗ്രാമർ പാർട്സ് പറഞ്ഞത്? പാർട്സ് ഓഫ് സ്പീച്ച് ആണോ? ഏതായിരുന്നു? Send me a message to that effect. പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ? അതായത് 8 kinds of parts of speech അല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഓക്കെ, അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട്. അത് ഞാൻ പറയാം. പാർട്സ് ഓഫ് സ്പീച്ച് വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ. നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, adverb, preposition, conjunction and interjection. അതല്ലേ നിങ്ങളോട് പറഞ്ഞത്? ടെൻസ് ആണോ പറഞ്ഞത്? ഒരു കൺക്ലൂഷനിലെത്തല്ല നിങ്ങളിപ്പോഴും. ടെൻസ് ആണോ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ച് ആണോ പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു. ഓ, ഇനി ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കണം അല്ലെ? ഓക്കെ ഓക്കെ, ഞാനിപ്പോഴാണ് ഓർക്കണം. ഞാനിവിടെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത്. അപ്പൊ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് കൂടി നിങ്ങളോട് പറയാം. അപ്പൊ ടെൻസ് എന്ന ഭാഗം ക്ലിയർ ആവും നമുക്ക്. നോക്കാം. നമുക്ക് അടുത്തായിട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അപ്പോ ഫ്യൂച്ചർ ടെൻസിന് ഇതുപോലെ 4 സബ് ഡിവിഷൻസ് ഉണ്ട്. അതും കൂടി പറയുമ്പോൾ
നമ്മുടെ ടെൻസ് എന്ന ഭാഗം തീരും. നോക്കാം. അപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ ആദ്യത്തെ ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. കേട്ടോ? അപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലും ഇവയില് ആദ്യത്തെ ടെൻസിനോടൊപ്പം സിമ്പിൾ എന്ന വേർഡ് ഉണ്ടായിരിക്കും. അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, അതുപോലെ സിമ്പിൾ ഫ്യൂച്ചർ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന ടെൻസ് ആണ്. അത് വളരെ കാര്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടെൻസ് കൂടിയാണത്. നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ. വിൽ എന്നോ ഷാൽ എന്നോ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, പറയാം. ആദ്യം സ്ട്രക്ചർ മനസ്സിലാക്കാം. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കാവൂ. ഓക്സിലിയറി വെർബ്സ് ഏത് കഴിഞ്ഞാലും നിങ്ങൾ ഉപയോഗിക്കുന്ന വെർബിന്റെ ആദ്യത്തെ ഫോം ആയിരിക്കണം. അപ്പൊ വിൽ അഥവാ ഷാൽ എന്ന് കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ഉപയോഗിക്കാവൂ? V1 പ്ലസ് ഓബ്ജക്ട്. മനസ്സിലായോ? അപ്പോ ഇനി എന്തിനാണ് സിമ്പിൾ? അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് സാഹചര്യം ഏതാണ് എന്നാണ് അടുത്തായിട്ട് നമ്മൾ പറയണത്. നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഇസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഹാപ്പൻ ഓർ ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ് അതെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഭാവിയില് ഒരു കാര്യം നടക്കും എന്ന് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഐ ഷാൽ ഇൻവൈറ്റ് യു, ഐ ഷാൽ ഇൻവൈറ്റ് ഹിം, ഐ ഷാൽ ഇൻവൈറ്റ് ഹിം, ഞാൻ അവനെ ക്ഷണിക്കും. അപ്പോ ചോദിക്കട്ടെ, വിൽ ഓർ ഷാൽ എന്ന് എവിടെ ഉപയോഗിക്കും? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഷാൽ എന്ന് ഉപയോഗിക്കാം. സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ, അതായത് ഐ അല്ലെങ്കിൽ വി. സബ്ജക്റ്റ് ഐ എന്നോ വി എന്നോ ആണെങ്കിൽ നിങ്ങൾ ഷാൽ എന്ന് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വിൽ എന്നാണ്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഇതിന്റെ ഘടന. എന്തോ ഇപ്പൊ ഞാൻ പറയണ ഐ ഷാൽ കിൽ യു, ഐ ഷാൽ കിൽ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊല്ലും. അതായത് കൊല്ലാം, കൊന്നേക്കാം, ഭാവിയിൽ അത് നടക്കും എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഐയുടെയും വിയുടെയും കൂടെ നമുക്ക് വില്ലെന്ന് ഉപയോഗിക്കാം. പക്ഷെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം വരും. ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊന്നിരിക്കും, തീർച്ചയായും കൊന്നിരിക്കും. അപ്പോ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ വിൽ എന്ന് ഉപയോഗിച്ചാൽ അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തെയാണ് കാണിക്കുന്നത്. ഐ വിൽ കിൽ യു മീൻസ് ഐ വിൽ സർട്ടൺലി കിൽ യു, നിങ്ങളെ തീർച്ചയായും ഞാൻ കൊന്നിരിക്കും. ബട്ട് ഐ ഷാൽ കിൽ യു എന്ന് പറഞ്ഞാലോ ഞാൻ നിങ്ങളെ കൊന്നേക്കാം, കൊല്ലും. അതിന് തീർച്ച കുറവാണ്. അപ്പൊ നോർമലി ഷാൽ ഈസ് യൂസ്ഡ് വിത്ത് ദ ഫസ്റ്റ് പേഴ്സൺ, ദാറ്റ് ഈസ് ഐ ആൻഡ് വി. When shall is used with the first person, it is used in the normal sense. And
will can also be used with the first person, then it expresses a strong determination. ഐയുടെ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ വിൽ ഉപയോഗിച്ചാൽ അപ്പൊ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ, ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം സാധാരണ ഉപയോഗിക്കുന്ന വിൽ എന്നാണ്. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം നമുക്ക് ഷാൽ എന്ന് ഉപയോഗിക്കാം. അപ്പോ സെന്റൻസിന്റെ അർത്ഥത്തിൽ ചെറിയ മാറ്റം വരും. ഷാൽ, ഇപ്പോ ഞാൻ പറയണ യു വിൽ ഗോ ദർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അവിടെ പോവും, അല്ലെ? നിങ്ങൾ അവിടെ പോവും. ബട്ട് യു ഷാൽ ഗോ ദർ എന്ന് പറഞ്ഞാലോ, നിങ്ങൾ അവിടെ പോവണം. നിങ്ങൾ ആ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷനാണ് കാണിക്കുന്നത്. അപ്പോ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സണോടൊപ്പം ഷാൽ എന്ന് ഉപയോഗിച്ചാൽ അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയിരിക്കും. അത് നമുക്ക് ഓക്സിലിയറീസിന്റെ പ്രയോഗങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ട്രോങ് സെന്റൻസ് അല്ല തന്നെയാ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. എന്താ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ? തീരുമാനം. ഇപ്പൊ വാക്കുകൾ തമ്മിൽ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡ് ഞാൻ നിങ്ങളോട് ചോദിക്കാം, നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് മാരേജ്. വിവാഹം എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? വിവാഹം, ഒന്ന് വെഡ്ഡിങ്, മറ്റൊന്ന് മാരേജ്, അല്ലേ? ഇനൂനി, നിങ്ങൾ സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന വിവാഹം അല്ലെങ്കിൽ കല്യാണം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സ് ആണ്. ഒന്ന് മാരേജ്, മറ്റൊന്ന് വെഡ്ഡിങ്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു വേർഡ് ഉപയോഗിച്ചാൽ പോരെ. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം നിശ്ചയമാണ്, വിവാഹമല്ല. എന്താണ് മാരേജ് ആൻഡ് വെഡ്ഡിങ്? ഇവ തമ്മിലുള്ള വ്യത്യാസം, അവ തമ്മിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ആണ് ഞാൻ നിങ്ങളോടിപ്പോ ഈ വാക്കുകളുടെ അർത്ഥത്തിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണത് എങ്ങനെയാണ്? മാരേജ് ഈസ് എ ലീഗൽ കോൺട്രാക്ട് യൂഷ്വലി കംപ്രൈസിങ് 40 words പ്ലസ് യുവർ നെയിം ആൻഡ് യുവർ സിഗ്നേച്ചർ ഇൻ എ രജിസ്റ്റർ. അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് വിവാഹിതരാകാൻ പോവാണെങ്കിൽ ഒരു രജിസ്റ്ററിൽ നിങ്ങൾ ഒപ്പുവെക്കണം. നിങ്ങളുടെ പേരും ഏതാണ്ട് 40ഓളം വേർഡ്സ് അടങ്ങുന്ന ഒരു പത്രിക നിങ്ങൾ തയ്യാറാക്കി അതിൽ ഒപ്പുവെക്കണം. ആ പ്രവർത്തനത്തെയാണ് നമ്മൾ മാരേജ് എന്ന് പറയുന്നത്. വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ അതല്ല. വെഡ്ഡിങ് is a ceremonial celebration. Wedding, on the other hand, is the ceremony of getting married. അതായത് വിവാഹം നടന്നതിന് ശേഷം, അതായത് വിവാഹ രജിസ്റ്ററിലൊക്കെ ഒപ്പുവെച്ചതിന് ശേഷം ബാക്കിയുള്ള എൻറ്റയർ ഇവന്റ് ഇൻക്ലൂഡിങ് സെറിമണി, അതുപോലെ റിസപ്ഷൻ, അതുമായി ബന്ധപ്പെട്ട സെലിബ്രേഷൻ, അതിനെയാണ് നമ്മൾ വെഡ്ഡിങ് എന്ന് പറയുന്നത്. മറ്റൊരു പദം കൂടിയുണ്ട് വെഡ്ഡിങ്ങിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഇംഗ്ലീഷ് വേർഡാണ് നപ്ഷൽ, NUPTIAL. അപ്പൊ നോക്കാം, ഞാൻ രണ്ട് വാക്യം നിങ്ങളോട് പറയാം. യു ആർ ഇൻവൈറ്റഡ് ടു മൈ വെഡ്ഡിങ് എന്ന് പറയരുത്. സോറി, യു ആർ ഇൻവൈറ്റഡ് ടു മൈ മാരേജ് എന്ന് പറയരുത്. നിങ്ങളെ എൻ്റെ വിവാഹത്തിന് ക്ഷണിക്കുന്നു. അവിടെ മാരേജ് അല്ല വേണ്ടത്, വെഡ്ഡിങ് എന്നാണ് വേണ്ടത്. നിങ്ങളെ വിളിക്കുന്നത് അവിടെയുള്ള ആ സെറിമണിയിൽ, റിസപ്ഷനിൽ പങ്കെടുക്കാനാണ്. അതുകൊണ്ട് യു ആർ ഇൻവൈറ്റഡ് ടു മൈ വെഡ്ഡിങ് എന്നാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. യു ആർ ഇൻവൈറ്റഡ് ടു മൈ മാരേജ് എന്നുള്ളത് തെറ്റാണ് യഥാർത്ഥത്തിൽ.
ഞാനൊരു സ്ലൈറ്റ് ഡിഫറൻസ്, രണ്ട് വേർഡ്സിന്റെ സ്ലൈറ്റ് ഡിഫറൻസ് നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സമയം കളയാൻ വേണ്ടി ചെയ്തതല്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 അല്ലേ? അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ. അപ്പൊ അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പോ ഷിജിൻ വർഗീസ് വിൽ റൈറ്റ് എ പോയം. ഞാൻ പറയണ ഒരു വാക്യം, ഷിജിൻ വർഗീസ് വിൽ റൈറ്റ് എ പോയം. ഷിജിൻ വർഗീസ് ഒരു പോയം എഴുതും. നിങ്ങൾ അതിനെ നെഗറ്റീവ് ആക്കണം. ഷിജിൻ വർഗീസ് വിൽ നോട്ട് ഓർ വോണ്ട് റൈറ്റ് എ പോയം അല്ലേ? അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. വിൽ ഷിജിൻ വർഗീസ് റൈറ്റ് എ പോയം? ഷിജിൻ വർഗീസ് ഒരു പോയം എഴുതുമോ? നമ്മൾ എല്ലാ ടെൻസിലും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. സബ്ജക്റ്റ്, അതെ, സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1. അത് ശരിയാണ്. ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു വാക്യം എങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാം, അതിനെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം, അതുകൂടി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ. വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ വോണ്ട് എന്നും, അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ആ വിൽ എന്നുള്ളത് സബ്ജക്റ്റിന് മുമ്പിൽ എടുത്തു വെക്കാം. കണ്ടോ? ഇപ്പൊ ഞാനിവിടെ കണ്ട നിങ്ങളോട് എക്സാമ്പിൾ പറയാം. സ്വാതി വിൽ സ്പീക്ക് ഫ്രഞ്ച്. സ്വാതി വിൽ സ്പീക്ക് ഫ്രഞ്ച്. സ്വാതി ഫ്രഞ്ച് ഭാഷ സംസാരിക്കും. നെഗറ്റീവ് ആകണം. സ്വാതി വോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. ചോദ്യമാക്കണം. വിൽ സ്വാതി സ്പീക്ക്, വിൽ സ്വാതി സ്പീക്ക് ഫ്രഞ്ച്? സ്വാതി ഫ്രഞ്ച് സംസാരിക്കുമോ? ഇനി സ്വാതി ഫ്രഞ്ച് സംസാരിക്കില്ലേ എന്നാണ് ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വോണ്ട് സ്വാതി സ്പീക്ക് ഫ്രഞ്ച്. ഓക്കെ, ഇപ്പൊ അബ്ദുൽ കരീം ഒരു പുതിയ കാർ വാങ്ങും അടുത്ത മാസം. അടുത്ത മാസം അബ്ദുൽ കരീം ഒരു പുതിയ കാർ വാങ്ങും. അടുത്ത മാസം നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ എങ്ങനെ പറയും? അബ്ദുൽ കരീം വിൽ ബൈ എ കാർ നെക്സ്റ്റ് മന്ത്. ഇനി അബ്ദുൽ കരീം അടുത്ത മാസം ഒരു കാർ വാങ്ങുമോ അല്ലെങ്കിൽ വാങ്ങുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? വിൽ അബ്ദുൽ കരീം ബൈ എ കാർ നെക്സ്റ്റ് മന്ത്? അബ്ദുൽ കരീം അടുത്ത മാസം ഒരു കാർ വാങ്ങില്ല എന്ന് പറയണം. അബ്ദുൽ കരീം won't buy a car next month. Okay. won't buy a car next month. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ്. നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെന്റൻസ് നിർമ്മിക്കുമ്പോൾ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഓബ്ജക്ട്. അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വിൽ സബ്ജക്റ്റിന് മുമ്പിൽ എഴുതാം, പിന്നെ വെർബ് എഴുതാം, സോറി സബ്ജക്റ്റ് എഴുതാം, പിന്നെ വെർബ് എഴുതാം. നെഗറ്റീവ് ആക്കുമ്പോൾ നിങ്ങൾ വിൽ പ്ലസ് നോട്ട്, അതായത് അതിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് വോണ്ട് എന്ന് ഉപയോഗിക്കുക. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വോണ്ട് എന്ന് ആദ്യം ഉപയോഗിക്കുക. ഇപ്പോ വോണ്ട് അബ്ദുൽ കരീം ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് മന്ത്? അബ്ദുൽ കരീം അടുത്ത മാസം ഒരു കാർ വാങ്ങില്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്. ഉണ്ടോ?
അപ്പൊ ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഉപയോഗം. അതാണ്. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? റെഡി? നിങ്ങൾ പറയാം. ഓക്കെ. അപ്പോ അടുത്ത ടെൻസ് ആണ് നമ്മൾ പറയണത്. സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞാൽ അടുത്ത ഏതായിരിക്കും? ഷബീന പറയാമോ? ഇത് മ്യൂട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനെ ലൈവ് പോലെ പറയാമായിരുന്നു. പക്ഷെ അവിടെ അൺനെസസറി സൗണ്ട്സ് ഉണ്ടാക്കണമായിരുന്നു. നമുക്ക് അത് മ്യൂട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അടുത്ത ടെൻസ് ഏതായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ കഴിഞ്ഞാൽ കറക്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? അത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ്. അതായത് ഫ്യൂച്ചർ നടക്കും എന്നല്ല, ഒരു പ്രവൃത്തി ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് is used to express an action which will be going on a specific future time or when another action happens in the future. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ അതുകൂടി നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതാണ്. സബ്ജക്ട് പ്ലസ് വിൽ ബി ഓർ ഷാൽ ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. എന്താണ്? സബ്ജക്ട് പ്ലസ് വിൽ ബി ഓർ ഷാൽ ബി പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ ഞാൻ പറയണ നാളെ ഈ സമയത്ത് ഞാൻ സിംഗപ്പൂരില് ഒരു ബീച്ചിൽ ഇരിക്കുകയായിരിക്കും. നാളെ എന്ന് പറഞ്ഞ ഒരു ഭാവി കാലമാണ്. ആ ഭാവി കാലത്ത് തുടർന്നുകൊണ്ടിരിക്കും, ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറയാനാണ് നമ്മളിത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ്. നമ്മൾ എങ്ങനെ ഈ വാക്യം ഇംഗ്ലീഷിൽ പറയും? ഐ ഷാൽ ബി ഓർ വിൽ ബി അല്ലെ? ഐ ഷാൽ ബി സിറ്റിംഗ് എവിടെ? ഓൺ ദ ബീച്ച്. ഐ ഷാൽ ബി സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ സിംഗപ്പൂർ. ഞാൻ സിംഗപ്പൂരിലെ ഒരു ബീച്ചിൽ ഇരിക്കുകയായിരിക്കും. എപ്പോൾ? നാളെ ഈ സമയത്ത്. നാളെ ഈ സമയത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? അറ്റ് ദിസ് ടൈം ടുമോറോ. നെക്സ്റ്റ് ഡേ അല്ല, അത് നാളെയാണ്. നാളെ ഈ സമയത്ത്. നാളെ ഈ സമയത്ത് എന്ന് നമ്മൾ എങ്ങനെ പറയും? അറ്റ് ദിസ് ടൈം ടുമോറോ. ഉണ്ടോ? അറ്റ് ദിസ് ടൈം, ഈ സമയത്ത്. ടുമോറോ, നാളെ ഈ സമയത്ത്. ഉണ്ടോ? ഐ ഷാൽ ബി സിറ്റിംഗ് ഓൺ ദ ബീച്ച് ഇൻ സിംഗപ്പൂർ അറ്റ് ദിസ് ടൈം ടുമോറോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അടുത്ത വർഷം ഈ സമയത്ത് എന്ന് നിങ്ങൾ എങ്ങനെ പറയും? അടുത്ത വർഷം ഈ സമയത്ത്. അറ്റ് ദിസ് ടൈം നെക്സ്റ്റ് ഇയർ അല്ലെ? അറ്റ് ദിസ് ടൈം നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഈ സമയത്ത് ശരണ്യ താജ്മഹൽ സന്ദർശിക്കുകയായിരിക്കും. അടുത്ത വർഷം ഈ സമയത്ത് ശരണ്യ താജ്മഹൽ സന്ദർശിക്കുകയായിരിക്കും അല്ലെങ്കിൽ സന്ദർശിച്ചു കൊണ്ടിരിക്കും. അത് അടുത്ത വർഷം, ഒരു ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ വാക്യം നിങ്ങൾ എങ്ങനെ പറയും? ശരണ്യ വിൽ ബി വിസിറ്റിംഗ്, ശരണ്യ വിൽ ബി വിസിറ്റിംഗ് ദ താജ്മഹൽ
താജ്മഹൽ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിനു മുമ്പിൽ ദ എന്ന് എപ്പോഴും ഉപയോഗിക്കണം, ബിക്കോസ് ഇറ്റ് ഇസ് എ മോണ്യുമെന്റ്, വേൾഡ് ഫേമസ് മോണ്യുമെന്റ്. ശരണ്യ വിൽ ബി വിസിറ്റിംഗ് ദ താജ്മഹൽ at this time next year. ഇപ്പൊ 2 വർഷത്തിന് ശേഷം ഈ സമയത്ത് എന്ന് നിങ്ങൾ എങ്ങനെ പറയുമോ? 2 വർഷത്തിന് ശേഷം ഈ സമയത്ത്, അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ പറയും? ടു ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം എന്നാണ്. 2 വർഷത്തിന് ശേഷം ഈ സമയത്ത്. വെരി ഗുഡ്. ഷബീന, യു ആർ റൈറ്റ്. അറ്റ് ദിസ് ടൈം ആഫ്റ്റർ 2 years. സജിത് രാജൻ എഴുതിയത് ശരിയാണ്. സ്മിത, യു ആർ ഓൾസോ റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്താണ്ട് സംശയങ്ങൾ ചോദിക്കേണ്ട സമയം. റിജോ 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 at this time after 2 years. ഇനിയിപ്പോ സമയമായില്ലേ, 9 മണിയായില്ലേ? ഓക്കെ, നമുക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളിലെ ചോദിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിക്കാം. നോ ഡൗട്ട്സ് അറ്റ് ഓൾ? സാറെ, ഫ്യൂച്ചർ കണ്ടിന്യൂസിലും വില്ലും ഷാലക്കിലെ സ്ട്രോങ് സെന്റൻസ് അങ്ങനെ പറയാൻ പറ്റുമോ? വിൽ വരുന്ന സ്ട്രോങ് ആണ്, ഷാല് അങ്ങനെ പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞതുപോലെ വിൽ വരുമ്പോ സ്ട്രോങ് സെന്റൻസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അത് ഇതിലുണ്ടോ എന്ന് ചോദിച്ചതാ. സ്ട്രോങ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സ്ട്രോങ് സെന്റൻസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, സ്ട്രോങ് തീരുമാനിക്കുന്ന. അല്ല, നമ്മുടെ ദൃഢനിശ്ചയം നമ്മൾ പറയില്ലേ, അത് ഇങ്ങനെ പറയുമ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ അങ്ങനെ അത് പറയോ? പറയാലോ. ഇപ്പൊ ഞാൻ അവിടെ പോവും, ഞാൻ പറയണം ഞാൻ അവിടെ പോവും എന്ന് പറഞ്ഞാൽ ഞാൻ പോയേക്കാം, സാധ്യതയൊന്നുമില്ല. ബട്ട് ഞാൻ അവിടെ പോകും, തീർച്ചയായും പോവും എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച കാര്യമാണ്, തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞത് സ്ട്രോങ് ആയിട്ട് ഞാൻ ഡിറ്റർമൈൻ ചെയ്തൊരു കാര്യമാണ്. വില്ലോർ ഷാലിന്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ ടെൻസ് ഒന്നായിട്ട് തീർക്കട്ടെ, എന്ത് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിലെ ചോദിക്കാം, സമയം ഇന്നുള്ളു. ഹലോ സാറ്, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, സ്വാതി വിൽ സ്പീക്ക് ഫ്രഞ്ച്. അതില് ഷാൾ ഉപയോഗിച്ചാൽ അത് സ്ട്രോങ് ഡിറ്റർമിനേഷൻ തന്നെയല്ലേ ആവുക? സാധാരണ സ്വാതി ഷാൽ സ്പീക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് സ്വാതി മസ്റ്റ് സ്പീക്ക് ഫ്രഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. സ്വാതി ഫ്രഞ്ച് സംസാരിക്കണം. അപ്പൊ അത് ക്വസ്റ്റ്യനിലേക്ക് ആക്കുമ്പോഴും ഷാൾ യൂസ് ചെയ്താല് അത് ഉപയോഗിക്കാം. ഇപ്പൊ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്, ഒരു നെസസിറ്റി ആണ് കാണിക്കുന്നത്. അതെ, അപ്പൊ അത് ഷാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വാണ്ട് എന്നുള്ളടുത്ത് SHANT ഷാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണയായിട്ട് മോഡേൺ ഇംഗ്ലീഷിൽ ഷാൻഡ് എന്ന് ഉപയോഗിക്കാറില്ല, ഷാൽ നോട്ട് എന്നാണ് ഉപയോഗിക്കുന്നത്. ഷാൻഡ് എന്ന് പറഞ്ഞ പ്രയോഗം ഉണ്ട് ശരിക്കും, അതുകൊണ്ട് ഡൗട്ട്. ഷാൻഡ് എന്ന് ഉപയോഗിക്കാം, പക്ഷെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിൽ അത് ഉപയോഗം വളരെ വിരളമാണ്. ഷാൽ നോട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, then good night to all of you. Thank you, sir. Okay, let us see in the next class. Thank you, sir. Okay. Thank you, sir. 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 Thank you, sir.